നമസ്കാരം. ബുദ്ധിജീവികളെ കൊണ്ട് എന്തു പ്രയോജനമെന്ന് ചോദിച്ചത് എഴുത്തുകാരൻ സക്കറിയയാണ്. സമൂഹം ആർജിത മൂല്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോയപ്പോഴൊക്കെ പ്രസ്താവനകളും ഒപ്പുശേഖരണവുമായി അവർ മുന്നോട്ട് വന്ന ഒരു കാലമുണ്ടായിരുന്നു. വലതുപക്ഷം വഴിതെറ്റിപ്പോയപ്പോഴൊക്കെ കവലപ്രസംഗങ്ങളും പ്രസ്താവനകളുമായി വന്ന ഇക്കൂട്ടരിന്ന് പിണറായി വിജയൻ്റെ കൊട്ടാരത്തിലെ വിദൂഷക വേഷം കെട്ടി തീറ്റ തേടുകയാണ്. ഭരിക്കുന്നവരുടെ അതൃപ്തി ഏറ്റുവാങ്ങാൻ ഇവറ്റകളിൽ ഒരു നല്ല പങ്കും തയ്യാറല്ല. സച്ചിദാനന്ദൻ്റെ കവിതയായ കോഴിപ്പങ്കിൽ പറയും പോലെ, എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, പക്ഷേ ചെമ്പിൻകാൽ എനിക്ക് തരിൻ. എൻ്റെ കോഴിയെ നിങ്ങൾ പകുത്തോളിൻ, എൻ്റെ കൂർമ്പൻ കൊക്ക് എനിക്ക് തരിൻ. ഈ മട്ടുകാരാണ് അധികവും. അധികാരത്തിൻ്റെ കോഴിപ്പങ്ക് വാങ്ങി പകുത്തെടുക്കുന്നതിനിടയിൽ ഈ സമൂഹത്തെ അവർ മറന്നുപോയിരിക്കുന്നു. ബുദ്ധിജീവികളെന്ന വർഗത്തെ കൊണ്ട് നാടിനോ അതിൻ്റെ പൊതുധാരകൾക്കോ പാവപ്പെട്ട മനുഷ്യർക്കോ ഒരു പ്രയോജനവുമില്ല. അശോകൻ ചരിഞ്ഞതും KEN കുഞ്ഞ് അയഞ്ഞതും KR മീരയും ചുള്ളിക്കാടുമൊക്കെ ക്ലിഫ് ഹൗസിലെ കുളക്കരയിലിരുന്ന് പാടുകയാണ് ഇപ്പോഴും. പിണറായി തമ്പ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ. CPMൻ്റെ അച്ചാരം വാങ്ങിയിട്ട് സാംസ്കാരിക നായകരെന്ന് പറഞ്ഞ് ഞെളിയുന്ന ഇക്കൂട്ടർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൂക്കച്ചുളയുമല്ല. MTയുടെ കാലം എന്ന നോവലിലെ സേതുവിനെപ്പറ്റി കാമുകി സുമിത്ര പറയുന്നുണ്ട്, സേതുവിന് ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. ഇതുപോലെ ഈ എഴുത്തുകാർക്കെല്ലാം അവരോടും അവർക്ക് കിട്ടാനിടയുള്ള കിഴികളോടും മാത്രമേ ഇഷ്ടമുള്ളൂ. സച്ചിദാനന്ദൻ ഓരോ കാലത്തും ഭരണക്കാരുടെ പാദസേവ ചെയ്ത് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമുറപ്പിച്ച പുള്ളിയാണ്. എന്നാൽ ആശാസമരവുമായി ബന്ധപ്പെട്ട് ഇന്നാട്ടിലെ സകല ബുദ്ധിജീവികളും അണ്ണാക്കിൽ പഴം തിരുകിയിരുന്നപ്പോൾ സച്ചി തൻ്റെ ഇടത്തോടെ അവർക്ക് വേണ്ടി ശബ്ദിച്ചു എന്നത് ചെറിയ കാര്യമല്ല. അദ്ദേഹം പിണറായി ദാനം ചെയ്ത സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനാണെന്നും നമ്മൾ ഓർക്കണം. ഭരണവർഗത്തെ പുകഴ്ത്തുക എന്നത് എഴുത്തുകാരൻ്റെ ദൗത്യമാണെന്നായിരുന്നു മുകുന്ദൻ പറഞ്ഞത്. മുൻപ് സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പണി ചെയ്തയാളാണ് മുകുന്ദൻ. സമരക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിന് നല്ലതല്ല എന്നും സച്ചിദാനന്ദൻ തുറന്നടിച്ചിരുന്നു. കുരീപ്പുഴയും സാറാ ജോസഫും റോസ്മേരിയും ആശാസമരക്കാർക്ക് വേണ്ടി സംസാരിച്ചവരാണ്. തൻ്റെ നട്ടെല്ല് ഭരണകൂടത്തിൻ്റെ ലോക്കറിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആശാപ്രവർത്തകരുടെ സമരയാത്രയ്ക്കായി കവി റഫീഖ് അഹമ്മദ് പ്രചാരണ ഗാനം തന്നെ എഴുതി കൊടുത്തു. ആശകൾ തല്ലിക്കൊഴിച്ചോളൂ, ആശയം ഇവിടെ മരിക്കില്ല, അധികാരാന്ധ കിരീടം തീർക്കാൻ തലമുടി നൽകാം ഞങ്ങൾ, വേഷം മാറിയ വഞ്ചകവർഗം ചൂഷകരേക്കാൾ അതിനിന്ദ്യർ. ഈ വരികളിലൂടെ റഫീഖ് അഹമ്മദ് സർക്കാരിൻ്റെ അണ്ണാക്കിലടിച്ചു. മനുഷ്യനാകണമെന്ന് അലമുറയിടുന്ന കാട്ടാക്കട മുരുകൻ അതാദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് പിണറായി വിജയനോടാണ്. ലോറൻസിനെ പറ്റിയും ഗൗരിയമ്മയെപ്പറ്റിയും കവിത എഴുതിയ ചുള്ളിക്കാട് സമൂഹത്തിലെ ആശയറ്റ മനുഷ്യരെ മറന്നിട്ട് എത്രയോ കാലമായി. എനിക്കതിന് സൗകര്യമില്ല, ഞാൻ എടുക്കുന്നത് കവിയുടെ സ്വാതന്ത്ര്യമാണെന്ന് ചുള്ളിക്കാട് പറഞ്ഞാൽ നമ്മൾ കുഴയും. ചുള്ളിക്കാട് പണ്ട് ഗൗരി എന്ന പേരിൽ ഒരു കവിത എഴുതിയിരുന്നു. തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരവർഗം. പക്ഷേ ചുള്ളിക്കാട് അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞു. തൃശ്ശൂരിൽ സുനിൽകുമാറിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോയ ചുള്ളിക്കാട് സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ പിണറായി ഒതുക്കത്തിൽ പാലം വലിച്ചു കൊടുത്ത് ഗോപിയെ ജയിപ്പിച്ചു വിട്ടു. പാവം ഇത് വല്ലതും അറിഞ്ഞോ എന്തോ. ഒരു വണ്ടി സാംസ്കാരിക പ്രവർത്തകർ ഇപ്പോൾ നിലമ്പൂരിലേക്ക് വിട്ടിരിക്കുകയാണ്. KR മീരയൊക്കെ സ്വരാജിൻ്റെ അപദാനങ്ങൾ പാടിപ്പുകഴ്ത്തുകയാണ്. പാതാതി കേസം വർണ്ണിച്ചിട്ടും തൃപ്തി വരുന്നില്ല. മീര ചെന്നതോടെ സ്വരാജിൻ്റെ ഭൂരിപക്ഷം 5 അക്കം കടന്നു കഴിഞ്ഞു. നിലമ്പൂരുകാർ ചിലതൊക്കെ തീരുമാനിച്ച മട്ടാണ്. പുതിയ കാലത്ത് ഇതുപോലെ പ്രതീക്ഷ നൽകുന്ന സ്ഥാനാർത്ഥി വേറെ ഇല്ല എന്നൊക്കെയാണ് മീര തട്ടിമൂളിക്കുന്നത്. എന്തു വായിക്കുന്നുവെന്നല്ല, വായിക്കുന്നത് എങ്ങനെ സ്വാംശീകരിക്കുന്നു എന്നതിലാണത്രേ കാര്യം. തൃപ്പൂണിത്തറക്കാർക്ക് വേണ്ടത്ര സ്വരാജിനെ സ്വാംശീകരിക്കാൻ കഴിഞ്ഞില്ല. സ്വരാജിനെ സ്വാംശീകരിക്കുന്ന കാര്യത്തിൽ നിലമ്പൂരുകാർ എന്തു ചിന്തിക്കുന്നുവെന്ന് ഫലം വരുമ്പോൾ അറിയാം. എഴുത്തുകാർക്ക് ഒരു പക്ഷമേ ഉള്ളൂ, അത് മനുഷ്യാന്തസ്സിൻ്റെ പ്രശ്നമാണെന്നാണ് മീര പറയുന്നത്. എൻ്റെ പൊന്നു മീരെ, മനുഷ്യാന്തസ്സിനെ പറ്റിയൊക്കെ പറയുന്ന നിങ്ങൾ ഏത് കാലത്താണ് നാട്ടിലെ സാധാരണ മനുഷ്യർക്കൊപ്പം നിന്ന് അഭിപ്രായം പറഞ്ഞത്? അന്തസ്സ് വേണം, അന്തസ്സ്. പിണറായി വിജയനെയും പാർട്ടിയെയും സുഖിപ്പിക്കാൻ അന്തഹന്ത കിന്തപ്പട്ട എന്ന മട്ടിൽ വാഴ്ത്തുപാട്ട് എഴുതി കൊടുക്കുക. അവർ മനുഷ്യാന്തസ്സിനെ ഹനിച്ചാലും ഒപ്പം നിൽക്കുക തന്നെ വേണം. ഞാൻ ആഗ്രഹിക്കുന്ന പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ് സ്വരാജ് എന്നാണ് മീരയുടെ പറച്ചിൽ. യാതൊരു പുരോഗമന ചിന്താഗതിയുമില്ലാതെ ബുദ്ധിജീവി നാട്യത്തിൽ
തീവ്രവാദത്തിനൊപ്പം നിന്നും ആളുകളോട് ധിക്കാരത്തോടെ സംസാരിച്ചും പ്രീണനവും പരപുച്ഛവും നാവു പഠിച്ച ഭാഷയും മാത്രമാണ് സ്വരാജിൻ്റെ കൈമുതൽ. ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും. തൃപ്പൂണിത്തറക്കാർ ഒരിക്കൽ കൂടി ഈ പുരോഗമനവാദിയെ സഹിക്കാനാകാതെ കൈവിട്ടത് അഹന്ത എന്ന അധിക ദോഷം ഈ മനുഷ്യൻ്റെ കൈമുതൽ ആയതുകൊണ്ടാണ്. ഉംബർട്ടോ എക്കോ ഒരിക്കൽ എഴുതി, ബുദ്ധിജീവി യഥാർത്ഥത്തിൽ ഉപകരിക്കപ്പെടുന്നത് ഭാവിയിലേക്ക് മാത്രമാണ്, വർത്തമാനത്തിൽ അല്ല. ചുരുക്കി പറഞ്ഞാൽ ഇവറ്റകളെ കൊണ്ട് ഇന്നത്തെ പകൽ വെളിച്ചത്തിൽ മനുഷ്യന് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്ന് സാരം.